മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടൻ ശ്രീനിവാസൻ. നടൻ എന്ന രീതിയിൽ മാത്രമല്ല, മലയാളികൾക്ക് ഒരു വ്യക്തി എന്ന നിലയിലും ഏറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നടനായ ശ്രീനിവാസൻ. തനിക്കൊപ്പം വർഷങ്ങളായി ജോലി ചെയ്യുന്ന കൂടെയുള്ള ഡ്രൈവർക്ക് വിഷുദിനത്തിൽ ഒരു വലിയ സമ്മാനം നൽകിയിരിക്കുകയാണ് അദ്ദേഹം. എറണാകുളം ജില്ലയിലെ കണ്ടനാടിൽ തനിക്കൊപ്പം ജോലി ചെയ്തു വരുന്ന ഡ്രൈവർക്ക് വിഷുദിനത്തിൽ വിഷുക്കൈനീട്ടമായി അദ്ദേഹം നൽകിയത് മനോഹരമായ ഒരു വീടാണ്. എറണാകുളം ജില്ലയിലെ കണ്ടനാടിൽ തന്നെയാണ് ശ്രീനിവാസനും താമസിക്കുന്നത്. 17 വർഷമായി തൻ്റെ വാഹനത്തിന് വളയം പിടിക്കുന്ന പയ്യോളി സ്വദേശിയായ ഷിനോജിനാണ് വിഷുദിനത്തിൽ ഈ മഹാകൈനീട്ടം അദ്ദേഹം കൊടുത്തത്. വിഷുദിനത്തിലായിരുന്നു വീടിൻ്റെ ഗൃഹപ്രവേശനം വച്ചിരുന്നത്. ഗൃഹപ്രവേശന സമയത്ത് ശ്രീനിവാസൻ്റെ കുടുംബസമേതം എത്തിച്ചേരാനും അദ്ദേഹം മറന്നില്ല. ശ്രീനിവാസൻ്റെ ഭാര്യ വിമലയും മകൻ ധ്യാനും ശ്രീനിവാസനും മരുമകളും പേരക്കുട്ടികളും എല്ലാവരും തന്നെ നേരത്തെ ചടങ്ങിനെത്തുകയും ചെയ്തു. ശ്രീനിവാസൻ്റെ ഭാര്യയും മകൻ ധ്യാൻ ശ്രീനിവാസനും ചേർന്നാണ് വീടിൻ്റെ പാലുകാച്ചൽ നടത്തുകയും ചെയ്തത്. പരിപാടികൾക്ക് ശേഷം ഷിനോജ് മനോരമ ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: കുറേ കാലമായി അദ്ദേഹം എന്നോട് വീടിനെക്കുറിച്ച് പറയുന്നു. ചോദിക്കുമ്പോഴെല്ലാം ഞാൻ വേണ്ട എന്നാണ് പറയാറ്. ഒടുവിൽ വിനീതേട്ടൻ വിളിച്ചു. അച്ഛന് ഒരുപാട് സന്തോഷം ഉള്ളൊരു കാര്യം ചെയ്തു തരുന്നതല്ലേ, വേണ്ട എന്ന് പറയരുത്, നിങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടെത്താനും പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ആ പെരപണിതിരിക്കുന്നത്. വ്ളോഗറായ ഷൈജു ഈ വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് ഈ കാര്യം പുറംലോകമറിയുന്നത്. വിനീതേട്ടനും കുടുംബവും ശ്രീനിവാസൻ സാറിൻ്റെ കുടുംബവും ചെയ്ത ത്യാഗവും തൻ്റെ കുടുംബത്തിനോടൊപ്പം ആ ഡ്രൈവറെ ചേർത്ത് നിർത്തിയതിനെയും സോഷ്യൽ മീഡിയ വളരെയധികം ആഘോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. സിനിമയ്ക്കും സിനിമയുടെ വെളിച്ചത്തിനും അപ്പുറം ഒരു സിനിമാക്കാരന് വേറെയും സാധ്യതകളും കർമ്മമണ്ഡലങ്ങളും ഉണ്ടാകാമെന്ന് സിനിമാതേതര ജീവിതത്തിലൂടെയും മലയാളികൾക്ക് കാഴ്ചവെച്ച മഹാനടനാണ് സ്മരണായ ശ്രീനിവാസൻ സാർ. ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി അഹങ്കാരവും താരജാടയും ഒന്നുമില്ലാത്ത ശ്രീനിവാസൻ എന്ന നല്ലൊരു വ്യക്തിയാണ് ആരാധകർക്ക് എപ്പോഴും ഇഷ്ടം. സിനിമയിൽ നിന്നും മാറി കുറച്ചുനാൾ ജൈവകൃഷിയിലേക്കും പരിസ്ഥിതി സൗഹാർദ്ദപരമായ ജീവിതശൈലിയിലേക്കും ശ്രീനിവാസൻ കടന്നു കയറി. സ്വന്തമായി കൃഷി ചെയ്തും അതിൻ്റെ മാഹാത്മ്യം മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു. അദ്ദേഹം ഇതിനുമപ്പുറം മറ്റൊരു ലോകം കൂടിയുണ്ട് എന്ന് ജനങ്ങളെ ബോധവൽപ്പിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു കാലങ്ങളായി അസുഖങ്ങളുമായി മല്ലിടുന്ന ശ്രീനിവാസൻ ഈ അടുത്തിടയ്ക്ക് ധ്യാൻ ശ്രീനിവാസൻ്റെ ആപ് കൈസേ ഹോ എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് മുമ്പിലേക്ക് നടനായിട്ട് ശ്രീനിവാസൻ കടന്നു വരുന്നത്. 1948 ഓടരുതമ്മ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതിയതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ടത്. ശ്രീനിവാസൻ്റെ ഒട്ടുമിക്ക സിനിമകളും കേരളത്തിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ ജീവിതശൈലിയും പ്രശ്നങ്ങളും ഹാസ്യമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നതുകൂടിയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലെ താരമാവുകയും ചെയ്തത്. ശ്രീനിവാസൻ്റെ എഴുത്തിൽ മലയാളത്തിന് ലഭിച്ച ഒത്തിരി അനവധി ഹിറ്റുകൾ സിനിമകളുമാണ്.